നിലമ്പൂരിൽ നിലതെറ്റി നിൽക്കുകയാണ് UDF. അവിടെ UDFന്റെ നിലതെറ്റാൻ കാരണം PV അൻവർ ആണ്. അവിടെ UDFന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ഇന്ന് PV അൻവർ ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമായി മാറുന്ന സാഹചര്യമാണ്. കോൺഗ്രസിന് അവർക്ക് അനുവദിക്കപ്പെട്ട മണ്ഡലത്തിൽ സ്വന്തമായിട്ട് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ കഴിയാതെ പോകുന്ന സാഹചര്യം, അതിന് അൻവറിന്റെ വാക്ക് കേൾക്കേണ്ടി വരുന്ന സാഹചര്യം, വലിയ ഭിന്നത അൻവറുമായി ബന്ധപ്പെട്ട് UDFനുള്ളിലും കോൺഗ്രസിനുള്ളിലും രൂപപ്പെട്ടു വരുന്നു എന്നതാണ് ഈ സമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവരങ്ങളുമായി ഇപ്പോൾ സ്വാലിഹ് മലപ്പുറത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിലമ്പൂരിൽ കോൺഗ്രസിനുള്ളിൽ UDFനുള്ളിൽ എന്ന്. സ്വാലി, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഈസ്റ്റർ. ഗുഡ് മോർണിംഗ്, ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ ഇങ്ങനെ ഈസ്റ്റർ ദിനത്തിൽ നിലമ്പൂരിൽ നിലതെറ്റുകയാണോ UDFന്, കോൺഗ്രസിന്? ഈ അൻവർ വേണ്ടയിടത്തും വേണ്ടാത്തയിടത്തും ഒക്കെ കയറി ഇടപെടുന്നതിൽ കോൺഗ്രസിനുള്ള ഒരു ഭിന്നത രൂപപ്പെട്ടു വരികയാണോ? സ്വന്തം നിലയ്ക്കൊരു സ്ഥാനാർത്ഥി നിർണയം പോലും നടത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നിലമ്പൂരിലെ കോൺഗ്രസ് പോവുകയാണോ? മനു, തീർച്ചയായും കോൺഗ്രസിന് തന്നെ പരിഹരിക്കാനാവാത്ത വിധം വലിയ ഒരു സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയുള്ള രണ്ടു പേരുടെ വടംവലി അവിടെ നടക്കുകയാണ്. അതിനിടയിലാണ് PV അൻവർ കൂടി ഇടപെടുന്നത്. ഇത് വലിയൊരു തലവേദനയായി കോൺഗ്രസിന്, UDFന് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം, DCC അധ്യക്ഷൻ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് PV അൻവർ ആവശ്യപ്പെടുന്നത്. ഏതാണ്ട് കോൺഗ്രസിൻ്റെയും ആഗ്രഹം, മലപ്പുറം ജില്ലാ കോൺഗ്രസിൻ്റെയും ആഗ്രഹം DCC പ്രസിഡന്റ് VS ജോയിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് തന്നെയാണ്. ആ പേരിലേക്ക് ഏതാണ്ട് കോൺഗ്രസ് നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഭാഗത്ത് ആര്യാടൻ ഷൗക്കത്ത് പ്രചാരണം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. സ്വന്തം നിലയിൽ ആളുകളെ കാണാനും വോട്ട് ചോദിക്കാനും ഒക്കെ അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ച തോറ്റ മണ്ഡലമാണ്. 35 വർഷത്തോളം ആര്യാടൻ മുഹമ്മദ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. പരമ്പരാഗതമായി തനിക്ക് ഈ മണ്ഡലം വേണമെന്നാണ് ഷൗക്കത്തിൻ്റെ ആവശ്യം. എന്നാൽ അൻവറിനാവട്ടെ തൻ്റെ പരമ്പരാഗത രാഷ്ട്രീയ വൈരിയാണ് ഷൗക്കത്ത് ഒരു തരത്തിലും അവിടെ മത്സരിക്കുന്നത് താല്പര്യവുമില്ല. അതുകൊണ്ട് തന്നെയാണ് അൻവർ ഈ അസ്ഥാനത്തെല്ലാം കയറി ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. തുടർന്നാണ് ഇപ്പോൾ ഇനി ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുന്നത് വരെയെങ്കിലും മാധ്യമങ്ങളെ കാണരുത് എന്ന ഒരു നിർദ്ദേശം കോൺഗ്രസ് നൽകിക്കഴിഞ്ഞു. ഈ AP അനിൽകുമാറാണ് ഇക്കാര്യം വിളിച്ച് അൻവറിനോട് പറയുന്നത്. ഇന്ന് അദ്ദേഹം നിലമ്പൂരിൽ ഒരു പ്രവർത്തക സമിതി യോഗം, തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി യോഗം വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു സാഹചര്യത്തിൽ ആ യോഗം മാറ്റിവെച്ചിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഓഫീസ് അദ്ദേഹം തുറന്നിട്ടുണ്ട്. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വീടിന് തൊട്ട് മുൻപിലായി തന്നെ പുതിയ ഓഫീസൊക്കെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിലേക്ക് PV അൻവറും കടന്നിട്ടുണ്ട്. ഏതായാലും UDFനകത്ത് കോൺഗ്രസിൽ തന്നെ സ്ഥാനാർത്ഥിത്വം ഒരു വലിയ പ്രശ്നമായി നിൽക്കുമ്പോഴാണ് ഈ അൻവർ തുടർച്ചയായി ഇക്കാര്യത്തിൽ ഇടപെടുന്നത്. ആര്യാടൻ ഷൗക്കത്തിനെതിരെ പലതരത്തിലുള്ള നീക്കങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. കോൺഗ്രസിൻ്റെ, അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ ഒക്കെ നേതാക്കളെ കണ്ട് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. ഒപ്പം ചില സഭാ നേതാക്കളെ നേരിട്ട് കണ്ട് VS ജോയിക്ക് സീറ്റ് ആവശ്യപ്പെടണമെന്ന് സമ്മർദ്ദമുണ്ടാക്കാനുള്ള ശ്രമം അൻവറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ട്. ഇങ്ങനെ പലതരത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെതിരെ നീക്കങ്ങൾ അൻവറിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നു. ഒരു തരത്തിൽ കോൺഗ്രസിൽ ഇതിന് പിന്തുണയുണ്ട്. പക്ഷേ അൻവർ ഈ പറയുന്നത് അസ്ഥാനത്തൊക്കെ നടത്തുന്ന, മാധ്യമങ്ങളിലൊക്കെ നടത്തുന്ന പ്രസ്താവനകളാണ് കോൺഗ്രസിന് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത്. മനു, ഇവിടെ ഒരു കാര്യം, അതായത് സ്വാലിഹ്, നിലവിലത്തെ സ്ഥിതി വെച്ചാണെങ്കിൽ ഇപ്പോൾ VS ജോയി സ്ഥാനാർത്ഥിയായാൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ പക്ഷം കാലുവാരും. നേരെ തിരിച്ച് ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായാൽ ജോയിയുടെ പക്ഷം കാലുവാരും. അതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. മറ്റൊന്ന് PV അൻവറിലേക്ക് വന്നാൽ, കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ കണ്ടിരുന്നല്ലോ. അതായത് ഇനി സ്ഥാനാർത്ഥി നിർണയം വരെ മാധ്യമങ്ങളെ കാണുന്നില്ല, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഇടുന്നു. നേരം വെളുക്കുന്നതിന് മുൻപ് 2 തവണ കൂടി മാധ്യമങ്ങളെ കണ്ടാണ് അൻവർ തന്നെ തൻ്റെ പോസ്റ്റ് തിരുത്തുന്നത്. അതായത് ഏതായാലും അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഒന്നിപ്പോൾ VS ജോയി എന്ന പേരിലേക്ക് ഏകദേശം കോൺഗ്രസ് എത്തുകയാണ്. കാരണം കോൺഗ്രസ് അങ്ങനെ എത്താൻ കാരണം PV അൻവറാണ്. ഈ അൻവറിൻ്റെ പിന്തുണ കിട്ടണമെങ്കിൽ ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം എന്ന നിലപാട് അൻവർ കടുപ്പിക്കുകയാണ്. കാരണം എക്കാലവും അൻവറിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ വൈരിയാണ് ആര്യാടൻ കുടുംബം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഷൗക്കത്തിനെ അടുപ്പിക്കില്ല. പക്ഷേ
അവിടെ ഉയർന്ന ചോദ്യം, അത്തരത്തിൽ PV അൻവർ എന്ന് പറയുന്ന വ്യക്തിക്ക് കീഴ്പ്പെട്ടു പോവുകയാണോ കോൺഗ്രസ് നേതൃത്വം, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി? സ്വന്തം നിലയ്ക്ക് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പോലും കഴിയാതെ പോകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ അതെങ്ങനെ അവരുടെ അണികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും? പ്രത്യേകിച്ചും ആര്യാടൻ ഷൗക്കത്ത് വിഭാഗത്തെ എങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്ന വലിയ പ്രശ്നമാണ് കോൺഗ്രസ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനാണ് അവർക്ക് മറുപടിയില്ലാത്തത്. മറുവശത്ത് അൻവറിന്റെ പരസ്യ പ്രസ്താവനകൾ പ്രത്യേകിച്ചും ഷൗക്കത്തിനെതിരെയൊക്കെ ഉള്ളത് വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വത്തെ വല്ലാതെ. അതുകൊണ്ടാണ് മിണ്ടാതിരിക്കാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അൻവർ എത്ര ദിവസം വാബൂട്ടിയിരിക്കുമെന്ന് നമുക്കറിയാം. അൻവറിന്റെ സ്വഭാവം. ഒരിക്കൽ കൂടി സ്വാലിഹ് ചേരുകയാണ്. സ്വാലി, കോൺഗ്രസിന്റെ മുൻപിലുള്ള രണ്ട് പ്രതിസന്ധികൾ: ഒന്ന്, ജോയ് മത്സരിച്ചാൽ ഷൗക്കത്ത് കാലുവാരും, ഷൗക്കത്ത് മത്സരിച്ചാൽ ജോയ് കാലുവാരും. മറുവശത്ത് അൻവർ എപ്പോഴും എന്തും പറയാം. അൻവറിന്റെ നാവിനെ നിയന്ത്രിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഞാൻ ഇനി മാധ്യമങ്ങളെ കാണുന്നില്ല, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന്. പക്ഷേ പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ 2 തവണ മാധ്യമങ്ങളെ കണ്ടു. അൻവറിനാണെങ്കിൽ വാക്കിനാണെങ്കിൽ ചാക്കിന്റെ വില പോലുമില്ല. തീർച്ചയായും ഇതിൽ ഒരു പ്രശ്നം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ മണ്ഡലത്തിൽ ഗ്രൂപ്പ് തർക്കം വലിയ ശക്തമായി നടക്കുന്ന സ്ഥലം കൂടിയാണ്. മലപ്പുറം ജില്ലയിൽ 16 നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിന് ജയസാധ്യതയുള്ള ഏക സീറ്റായിരുന്നു നിലമ്പൂർ മണ്ഡലം. പരമ്പരാഗതമായി ആര്യാടൻ മുഹമ്മദ് പ്രതിനിധീകരിച്ചു വന്ന മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ എ ഗ്രൂപ്പിന് വലിയ താല്പര്യമുണ്ട്. എ ഗ്രൂപ്പിൻ്റെ താല്പര്യമാവട്ടെ ആര്യാടൻ ഷൗക്കത്തിന് ഈ സീറ്റ് നൽകണം എന്നതാണ്. ആര്യാടൻ ഷൗക്കത്ത് എപ്പോൾ മത്സരിച്ചാലും തൊട്ട് മറുവിഭാഗം കാലുവാരുന്നത് പതിവാണ്. ഇനി ഈ എ ഗ്രൂപ്പിന് നൽകാതെ കഴിഞ്ഞ തവണ സീറ്റ് നൽകിയിരുന്നത് DCC പ്രസിഡന്റ് ആയിരുന്ന VV പ്രകാശനാണ്. അന്ന് ആര്യാടൻ ഷൗക്കത്ത് കാലുവാരുന്നു. അതിൻ്റെ തൊട്ട് മുൻപ് ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചപ്പോൾ മറുവിഭാഗവും തോൽപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. ഇതാണ് മണ്ഡലത്തിൽ പൊതുവിൽ കോൺഗ്രസ് നേരിടുന്ന പ്രശ്നം. അത് ഏതാണ്ട് ഇത്തവണയും കാര്യങ്ങൾ അതിലേക്ക് പോകുന്നു. വലിയ പരസ്യമായ പ്രതിഷേധങ്ങളിലേക്കുമൊക്കെ കോൺഗ്രസിലേക്ക് പോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ആര്യാടൻ ഷൗക്കത്തിനെ അനുകൂലിച്ച് പ്രകടനം നടക്കുക, മറുവിഭാഗത്തിന് അനുകൂലിച്ച് പ്രകടനം നടത്തുക തുടങ്ങി മണ്ഡലത്തിൽ എപ്പോഴും കോൺഗ്രസ് വലിയൊരു പ്രതിസന്ധി നേരിടാറുണ്ട്. മുസ്ലിം ലീഗ് ആവട്ടെ ഈ നിലമ്പൂർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ കാര്യമായി അങ്ങനെ ഇടപെടാറുമില്ല. എന്നാൽ ഇത്തവണ മുസ്ലിം ലീഗിന് ചില നിർബന്ധങ്ങളുണ്ട്. വലിയ പ്രശ്നങ്ങളില്ലാതെ തെരഞ്ഞെടുപ്പ് നടത്തണം, കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ഉപയോഗപ്പെടുത്തി അത് നല്ല രീതിയിൽ പ്രവർത്തനം നടത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കണമെന്ന് മുസ്ലിം ലീഗ് നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷെ അതിലേക്കൊന്നും പോകുന്ന കാര്യമല്ല. ഇതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ PV അൻവർ വരുന്നത്. അൻവർ ആവട്ടെ ഈ ആര്യാടൻ കുടുംബവുമായി എല്ലാ കാലത്തും നിരന്തരം യുദ്ധം ചെയ്തു പോന്നിരുന്ന ഒരാളാണ്. അത് ഇപ്പോഴും അദ്ദേഹം തുടരുന്നു. ഒരു തരത്തിലും ആര്യാടൻ ഷൗക്കത്തുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് അൻവറിന് ആലോചിക്കാനേ സാധിക്കുന്നില്ല. അതിനുവേണ്ടിയുള്ള എനിക്ക് തോന്നുന്നു ഒറ്റക്കാരി കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. VS ജോയ് എന്ന പേരിലേക്ക് കോൺഗ്രസ് നേതൃത്വം ഏകദേശം എത്തുമ്പോൾ സ്വാഭാവികമായും അത് അൻവറിന് കീഴടങ്ങലാണ്. അത് ഈ ആര്യാടൻ ഷൗക്കത്തിനെ പറഞ്ഞു മനസ്സിലാക്കാൻ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുമോ? ഷൗക്കത്തിന്റെ നിലപാട് സ്വാഭാവികമായും വലിയ തിരിച്ചടികളായി തന്നെ കോൺഗ്രസിന്റെ മുൻപിലേക്ക് എത്തില്ലേ? അൻവറിന്റെ പിന്തുണ കൊണ്ട് അതിനെ മറികടക്കാൻ പറ്റും എന്നാണോ ഒരു വിഭാഗമെങ്കിലും കോൺഗ്രസിൽ ചിന്തിക്കുന്നത്? അങ്ങനെയെങ്കിൽ അത് അപകടകരമല്ലേ? തീർച്ചയായും ഈ കോൺഗ്രസിന് മലപ്പുറം ജില്ലാ കോൺഗ്രസിൻ്റെ ഒരു നിലവിലെ ഒരു സാഹചര്യം അനുസരിച്ച് ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. കാരണം നിരന്തരമായി തുടർച്ചയായി ജയിച്ചു വന്നിരുന്ന 3.5 പതിറ്റാണ്ട് കാലം കുത്തകയായി കൊണ്ടുവന്നിരുന്ന മണ്ഡലത്തിൽ 10-13,000 വോട്ടിന് തോറ്റയാളാണ്. അതോടൊപ്പം തന്നെ നിലവിൽ എ ഗ്രൂപ്പിന് വലിയ സ്വാധീനവും മലപ്പുറം ജില്ലയിലില്ല. അതുകൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്തിനെ മാറ്റി നിർത്തണം എന്ന ഒരു താല്പര്യം കോൺഗ്രസിനുണ്ട്. മണ്ഡലത്തിൻ്റെ ചുമതല നൽകിയിട്ടുള്ളത് AP അനിൽകുമാറാണ്. LP അനിൽകുമാർ ഇത്തരത്തിൽ നിരന്തരം ഈ ആര്യാടൻ ഷൗക്കത്തിന് എതിരെ നിൽക്കുന്ന വിഭാഗമാണ്. ഒരു തരത്തിലും യോജിച്ചു പോവാത്ത 2 വിഭാഗങ്ങളാണ് ഇവർ ഇരുവരും. പക്ഷേ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള കോൺഗ്രസിന് തന്നെ നേരത്തെ തന്നെ ചില നീക്കങ്ങൾ ഇവരെല്ലാം നടത്തിയിരുന്നു. പക്ഷേ ആര്യാടൻ ഷൗക്കത്തിന് മണ്ഡലത്തിൽ മറികടക്കുക സാധ്യവുമല്ല. ഷൗക്കത്തിൻ്റെ കുടുംബപരമായി തന്നെ വലിയ വോട്ട് ആ മണ്ഡലത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഒക്കെ ഒരു സ്വാധീനമനുസരിച്ചുള്ള വോട്ട് ഉണ്ട്. അത് കോൺഗ്രസിന് നിർബന്ധവുമാണ്. ഇത് വെച്ചുള്ള ഒരു വിലപേശൽ കോൺഗ്രസിനകത്ത് നടത്തുന്നുണ്ട്. ഇതിന് ഒരു പക്ഷേ
അൻവർ തടസ്സമാവുന്നത്, അൻവർ ഇക്കാര്യത്തിലുള്ള നീക്കുപോക്കുകളൊക്കെ തടസ്സപ്പെടുത്തുന്നു, പരസ്യമായി ഇത് വിളിച്ചു പറയുന്നു. ആര്യാടൻ ഷൗക്കത്ത് ആരാണെന്ന ആദ്യ വാർത്താ സമ്മേളനത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട്. അതൊരു സിനിമാ പ്രവർത്തകനല്ലേ, അദ്ദേഹത്തെ രാഷ്ട്രീയക്കാരനായി അറിയില്ല എന്നൊക്കെ അൻവർ ആദ്യ വാർത്താ സമ്മേളനത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട്. പിന്നെ തുടർച്ചയായി ഓരോ പത്രസമ്മേളനത്തിലും ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് കേട്ടാൽ അപ്പോൾ വിമർശനം അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് സ്വാഭാവികമാണ്. അത് തൽക്കാലം നിർത്തണം എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത്. ഷൗക്കത്തിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. ഒരുപക്ഷെ അടുത്ത പൊതുതെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന ഒരു സീറ്റ് നൽകാമെന്ന ഉറപ്പോ മറ്റോ അദ്ദേഹത്തിന് നൽകേണ്ടി വരും. ഏതായാലും അനുനയിപ്പിക്കാനുള്ള, ആര്യാടൻ ഷൗക്കത്തിന് അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാക്കുന്നത്. അതോടൊപ്പം തന്നെ അൻവർ അതുവരെയെങ്കിലും മിണ്ടാതിരിക്കേണ്ടതും കോൺഗ്രസിന്റെ ആവശ്യമാണ്. മനു, ശരി, നമുക്ക് നോക്കാം എന്താണ് നിലമ്പൂരിൽ സംഭവിക്കാൻ പോകുന്നതെന്ന്. വരും ദിവസങ്ങളിൽ വളരെ രസകരമായിരിക്കും നിലമ്പൂരിലെ UDF കോൺഗ്രസ് രാഷ്ട്രീയമെന്ന് ഇപ്പോഴേ തന്നെ നമുക്ക് ഉറപ്പിക്കാം. അവിടെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്രെയിലറും ടീസറും മാത്രമാണ്. പടം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ കാത്തിരിക്കൂ നിലമ്പൂരിലെ കാഴ്ചകൾക്ക് വേണ്ടിയിട്ട്. നമുക്ക് വിവരങ്ങളാണ് സ്വാലിഹ് നൽകിയത്.